നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. വേലി കെട്ടുന്നതുപോലെ പാലത്തിന്റെ കൈവരികൾ കെട്ടാനാകില്ലെന്നും മന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി LDF. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെയാണ് അവിശ്വാസ നോട്ടീസ്. ഇരുമുന്നണികൾക്കും 8 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ അവിശ്വാസം നിർണായകം. ചെർപ്പുളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചിടും. തീരുമാനം CPMന്റെ സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ. തുടർ നടപടികളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ യോഗം ചെയ്തു. മണ്ണാർക്കാട് ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് പാഴായി. ഗ്രാമത്തിലുള്ളവർ ഉപയോഗിക്കുന്നത് ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. വേനൽക്കാലത്തിന് മുമ്പെങ്കിലും പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഗ്രാമവാസികൾ. പട്ടാമ്പിയിലും ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്ന് ആവശ്യം. ഉൾപ്രദേശങ്ങളിലെ യാത്രാ ദുരിതം ചൂണ്ടിക്കാട്ടി ചെയർപേഴ്സൺ. വിശദമായ വാർത്തകൾ നോക്കാം. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാരിന് അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയേ ചെയ്യാൻ കഴിയൂ. വേലി കെട്ടുന്നതുപോലെ പാലത്തിന്റെ കൈവരി കെട്ടാനാകില്ലെന്നും പട്ടാമ്പിയിൽ പുതിയ പാലം വൈകാതെ വരുമെന്നും മന്ത്രി പറഞ്ഞു. കൈവരി തകർന്നാൽ പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലോ നേരത്തെ പറഞ്ഞു നടപടിക്രമങ്ങളുണ്ട്. നിയമപരമായ നടപടിക്രമം. കൈവരി തകർന്നു എന്നാൽ ഫണ്ട് അനുവദിച്ചു, നാളെ ഒരാളെ വിളിച്ച് നീ ആ കൈവരി കെട്ടിക്കോ എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് പറഞ്ഞതുപോലെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ ഇതെല്ലാം വേണം. ടെൻഡർ കഴിഞ്ഞു. ഇപ്പോൾ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിക്കും. ഏതോ പത്രത്തിലോ TV-യിലോ മറ്റോ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടി പോയി എന്നുള്ളത്. വേലി കെട്ടാൻ പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞ്? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലൊരു കാലതാമസമില്ല. ടെൻഡർ നിയമാനുസൃതമുള്ള അത് മറികടക്കാൻ പറ്റില്ല. ഇതറിയാത്തതുകൊണ്ടല്ല. ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നും ടെൻഡർ കഴിഞ്ഞാൽ വർക്ക് ആരംഭിക്കുന്നൊക്കെ അറിയുന്ന. അതിന് മുമ്പ് ചെയ്താലല്ലേ അവസരം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. കാരണം അധികം അവസരം കിട്ടില്ല. അധികം അവസരങ്ങൾ കിട്ടില്ല. അപ്പോൾ ചാടി വീഴുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഇപ്പോൾ അത്രേ പറയാനുള്ളൂ. പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മാണം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പുതിയ പാലം വരികയാണ്. തൃത്താലയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പാലം കിഫ്ബി പദ്ധതിയിൽ വരികയാണ്. അതിന് പണം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും അതിന് നീങ്ങി. ഒറ്റ പ്രശ്നമുള്ളൂ, ഭൂമി ഏറ്റെടുക്കണം. 2 സൈഡിലും കുറച്ച് വീട് പോവും. കാരണം അത്രയും വലിയ പാലം വരുമ്പോൾ ആ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയുടെയും തൃത്താലയുടെയും ഒക്കെ മുഖച്ഛായ മാറുന്ന വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിലത് പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു. മറ്റുള്ളത് ഉടൻ ആരംഭിക്കാനിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ വെടിഞ്ഞ് ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷക്കീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ഹേമ കമ്മിറ്റി ശുപാർശകൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചു. മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിനു മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു.
മാർച്ചിനു ശേഷം നടന്ന പ്രതിഷേധ സംഗമം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല ഉദ്ഘാടനം ചെയ്തു. 2017 ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ പേരിലുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ നടത്താതെ ഗവൺമെന്റ് നിന്നപ്പോഴാണ് WCC എന്ന സംഘടന നിലവിൽ വരികയും അവരെ ഇതിലുള്ള അതായത് സിനിമാ ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളെയും അതുപോലെ തന്നെ ചൂഷണങ്ങളെയും ഒക്കെ പഠിക്കാൻ വേണ്ടി ഗവൺമെന്റിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ നിയമസഭയുടെ മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 4 വർഷം കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അതായത് സിനിമാ രംഗത്ത് നടക്കുന്ന ഗുരുതരമായ വീഴ്ചകളെക്കാൾ, ക്രമക്കേടുകളെക്കാൾ അല്ലെങ്കിൽ അതിക്രമങ്ങളെക്കാൾ നമ്മെ ഞെട്ടിക്കുന്നത് ഇതിനോട് സർക്കാർ സ്വീകരിച്ച നിസ്സംഗതയാണ്. 4.5 വർഷം റിപ്പോർട്ട് മേശപ്പുറത്തിരുന്നിട്ട് അത് വായിച്ചു നോക്കിയില്ല എന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷം സ്ത്രീപക്ഷമാണെന്ന് പറയുന്ന ഈ ഗവൺമെന്റിന്റെ സ്ത്രീകളോടുള്ള നിലപാട്? വൈസ് പ്രസിഡന്റ് ഹാജറ ഇബ്രാഹിം അധ്യക്ഷയായി. പരിപാടിയിൽ ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയ റസാഖ് സംസാരിച്ചു. സെക്രട്ടറി സാബിറ ഹുസൈൻ സ്വാഗതവും സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ നന്ദിയും പറഞ്ഞു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പ്രസിഡന്റ് C. സുകുമാരനും വൈസ് പ്രസിഡന്റ് ഹൈറുന്നീസയ്ക്കും എതിരെയാണ് അവിശ്വാസ പ്രമേയം. ഇരു മുന്നണികൾക്കും 8 വീതം അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് UDF ഭരണത്തിൽ വന്നത്. UDFും LDFും ശക്തമായ ചേരിപ്പോര് നിലനിൽക്കുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണിപ്പോൾ. UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ അഴിമതി, സ്വജനപക്ഷപാതം, വാർഷിക പദ്ധതികളിലെ സുതാര്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF നിരന്തരം സമരം നടത്തിയിരുന്നു. തുടർന്നാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് BDOയുടെ ചുമതലയുള്ള C. ഷൗക്കത്തലിക്ക് മുമ്പാകെയാണ് LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. EMSന്റെ ജന്മനാടായ ഏലംകുളം തുടർച്ചയായി 40 വർഷം CPM ഭരിച്ച പഞ്ചായത്താണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഏലംകുളത്ത് CPMന് ഭരണം കൈവിട്ടു. ഏലംകുളത്ത് ഭരണം തിരികെ കൊണ്ടുവരേണ്ടത് CPMന് അഭിമാന വിഷയമാണ്. നിലവിൽ UDFനും LDFനും 8 വീതം അംഗങ്ങളാണുള്ളത്. നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ C. സുകുമാരനെ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ ഹൈറുന്നീസയെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ 3 സ്ഥിരം സമിതി അധ്യക്ഷന്മാർ LDF അംഗങ്ങളാണ്. LDFിൽ CPM 7, CPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസ് 5, മുസ്ലിം ലീഗ് 2, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് UDF അംഗങ്ങൾ. അടുത്ത ദിവസം വരണാധികാരി അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് നടപടികൾ സ്വീകരിക്കും. ഇരു മുന്നണികൾക്കും അവിശ്വാസ പ്രമേയം നിർണായകമാണ്. ചെർപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ബുധനാഴ്ച മുതൽ അടച്ചിടും. പി മമ്മിക്കുട്ടി MLAയുടെ നേതൃത്വത്തിൽ സമരസമിതി നേതാക്കളും ഫാക്ടറി ഉടമകളും തമ്മിൽ നഗരസഭയിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് തീരുമാനം. തുടർ നടപടികളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ഈ ആഴ്ച തന്നെ യോഗം ചേരാനും തീരുമാനിച്ചു. ജനങ്ങൾക്ക് ദുരിതമായി ചെർപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPMന്റെ അനിശ്ചിതകാല സമരത്തെ തുടർന്നാണ് ചൊവ്വാഴ്ച നഗരസഭയിൽ വെച്ച് പി മമ്മിക്കുട്ടി MLAയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. സമരസമിതി നേതാക്കളും ഫാക്ടറി ഉടമയും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. സമരം 12 ദിവസം പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു ചർച്ച. അടിയന്തരമായി ഫാക്ടറി അടച്ചുപൂട്ടണമെന്ന സമരസമിതി നേതാക്കളുടെ ആവശ്യത്തിനു മുന്നിൽ ഉടമ മുട്ടുമടക്കുകയായിരുന്നു. ബുധനാഴ്ച മുതൽ ഫാക്ടറി അടച്ചിടും. തുടർ നടപടികളുടെ ഭാഗമായി ഈ ആഴ്ച തന്നെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേരാനും തീരുമാനിച്ചു. MLAയുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, സമരസമിതി നേതാക്കൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, MLA, ചെയർമാൻ എന്നിവരുൾപ്പെട്ട യോഗമാകും ചേരുക. പ്രദേശവാസികൾക്ക് ദോഷകരമല്ലാത്ത വിധം മാലിന്യ പ്രശ്നങ്ങളില്ലാതെ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമെന്ന് CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ പറഞ്ഞു. ജനങ്ങൾ നേരിടുന്ന ഈ അതിശക്തമായി കൊണ്ടുള്ള രൂക്ഷ മണം, അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. ഫാക്ടറി അടച്ചിടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ CPM നടത്തിവന്ന അനിശ്ചിതകാല സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാവും ഭാവി തീരുമാനങ്ങളെന്നും CPM ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി. ഫാക്ടറിയുടെ പ്രവർത്തനം
അടിയന്തരമായിട്ട് നിർത്തിവെക്കണം എന്ന സമരസമിതിയുടെ ആവശ്യം ഇതിന്റെ ഉടമ ഇന്ന് അംഗീകരിക്കാൻ വേണ്ടി നിർബന്ധിതനായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടറുടെ ചേംബറിൽ വെച്ച് ഈ ആഴ്ച തന്നെ ഒരു സമഗ്രമായ ഒരു യോഗം കൂടി വിളിച്ചു ചേർത്തി അതിന് പ്രിയപ്പെട്ട MLA തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ യോഗം വിളിക്കുന്നത്. അതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര്, നഗരസഭയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, അതേപോലെ തന്നെ MLA, ചെയർമാൻ, സമരസമിതി നേതാക്കന്മാര്, ഫാക്ടറി ഉടമസ്ഥർ ഇവരുടെ ഒരു സംയുക്ത യോഗം കലക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നുകൊണ്ട് ഈ ഫാക്ടറിയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവകരമാവാത്ത രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ ഉടമസ്ഥൻ ഇവിടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ധർണ ഉദ്ഘാടനം ചെയ്തു. മാവേലി സ്റ്റോറിൽ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിച്ച് പിൻവലിക്കുക, നെല്ല് സംഭരണത്തിൽ വിഹിതം കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഈ മാവേലി സ്റ്റോറിന് മുമ്പിൽ ഒരു വിവര പട്ടിക വെച്ചിട്ടുണ്ട്. ആ വിവര പട്ടികയിൽ ഒരു സാധനത്തിൻ്റെയും വില എഴുതിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ ഉള്ളിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വിവരം ഇവിടെ എഴുതണമെങ്കിൽ സാധനങ്ങളിൽ ഉള്ളിലുണ്ടാകണം. ഒരു സാധനവും ഇല്ലാത്ത അവസ്ഥയിലാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ സുഭിക്ഷമായി ഓണം ഉണ്ണുവാനുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. റേഷൻ കടകളിൽ 1 രൂപ അലിക്ക് യഥേഷ്ടം ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സകല മേഖലകളിലും ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേരി അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ, INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കൂറ്റനാട് ന്യൂ ബസാറിൽ കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കൂറ്റനാട് വലിയപള്ളി കോട്ട TSK നഗർ സ്വദേശിനി ശ്രീപ്രിയയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പട്ടാമ്പിയിലും ഗതാഗത വകുപ്പ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് ജനകീയ സദസ്സ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബസ് ഉടമ പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, KSRTC പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രാ ദുരിതം ചെയർപേഴ്സൺ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും ബസ് റൂട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വള്ളൂർ ഭാഗത്ത് നിന്ന് ഒരു ബസ് റൂട്ട് നിലവിലില്ല എന്നതാണ് അനുവദിക്കുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ആളുകൾ ഇപ്പോൾ 80 രൂപ കൊടുത്തുകൊണ്ടാണ് പട്ടാമ്പിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെയൊക്കെ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ KSRTC സ്റ്റോപ്പുകൾ നമുക്കിപ്പോൾ സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതിന്റെ ഭാഗത്തൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് നിർത്തുന്നൊക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോപ്പുകളൊക്കെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലത്തിൽ നിന്നും തൃശൂർ, പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സർവീസുകൾ വേണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. കൂടാതെ നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്നും ആവശ്യമുയർന്നു. രാവിലെ 6:45 വന്ന് തിരിച്ചു 9 മണിക്ക് തിരിച്ച് പെരിന്തൽമണ്ണയിലേക്ക് പോകും. പെരിന്തൽമണ്ണയിൽ നിന്ന് അത് ഉച്ചക്ക് 11 മണിക്ക് തിരിച്ച് വൈകിട്ട് പെരിന്തൽമണ്ണയിലേക്ക് പോയിരുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം
MLA മിനിസ്റ്ററൊക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ബസ് പുനഃസ്ഥാപിക്കുകയുണ്ടായി. ബസ് ചുരുങ്ങിയത് മാസത്തോളം മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ് 6000 രൂപയെങ്കിലും ദിവസം അവർക്ക് ഡീസലിന് ചെലവ് വരും. അത് ചെലവ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. RTA ബോർഡിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ബസ് ഉടമ പ്രതിനിധികൾ പരാതിപ്പെട്ടു. മാസത്തിൽ 1-2 ദിവസം പൊതുഗതാഗതത്തിനായി നീക്കിവെക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉണ്ടായി. പട്ടാമ്പി ജോയിന്റ് RTO KA രാജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബ്രൈറ്റി ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് പാഴായി. ഗ്രാമത്തിലുള്ളവർ ഉപയോഗിക്കുന്നത് ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. വേനലിൽ പുഴയിൽ കുഴികുത്തി അതിലെ വെള്ളമാണ് ഇവർ കുടിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ വേനലിൽ കടുത്ത ശുദ്ധജലക്ഷാമം നേരിട്ട ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലുള്ളവരുടെ പ്രയാസം ഏപ്രിൽ സിറ്റി മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോലിക്കളത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയത്. 4 മാസം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തിയാക്കിയില്ല. മഴ പെയ്തതോടെ ഗ്രാമത്തിലുള്ളവർ മലയിലെ ചോലകളിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ശുദ്ധജല പദ്ധതിക്കും കമ്മ്യൂണിറ്റി ഹാളിനുമായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് പൈപ്പ് ലൈനും ജലസംഭരണിയും സ്ഥാപിക്കുകയും മോട്ടോർ വാങ്ങുകയും ചെയ്തു. എന്നാൽ പൈപ്പ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഊര് നിവാസി അല്ലാത്തയാൾ പരാതി നൽകിയതിനെ തുടർന്ന് പദ്ധതിയുടെ പ്രവൃത്തി നിർത്തിവച്ചതോടെ പദ്ധതിയുടെ നിർമ്മാണം മുടങ്ങി. തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർ ഗ്രാമത്തിലെത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയത്. റോഡിന് താഴെയുള്ള പൊതുകിണർ ആഴം കൂട്ടി മോട്ടോർ സ്ഥാപിക്കും. ടാപ്പുകളും മോട്ടോറുകളും സ്ഥാപിക്കാനുള്ള ജോലികൾ പൂർത്തീകരിക്കും. പൈപ്പ് സ്ഥാപിച്ചതിലെ അപാകതകൾ പരിഹരിക്കും. ഊരിലെ പൊതുകിണർ വൃത്തിയാക്കും. ഊരിനു മുമ്പിലെ കുഴൽക്കിണർ അറ്റകുറ്റപ്പണി നടത്തി ഇതിൽ നിന്നും ടാങ്കിലേക്ക് കണക്ഷൻ നൽകും തുടങ്ങിയ ഉറപ്പുകളാണ് അന്ന് നൽകിയത്. എന്നാൽ റോഡിന് താഴെയുള്ള കിണർ വൃത്തിയാക്കിയതൊഴിച്ചാൽ മറ്റു വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല. മഴ തുടങ്ങി ചോലയിൽ വെള്ളമായതോടെ ഗ്രാമത്തിലുള്ളവർ വെള്ളത്തിനായുള്ള മുറവിളി അവസാനിപ്പിച്ചു. ഗ്രാമത്തിൽ വിവിധ ശുദ്ധജല പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒന്നും പൂർത്തിയായില്ല. നിലവിലെ പദ്ധതിയുടെ സ്ഥിതിയും ഇതുതന്നെയെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. വേനൽക്കാലമായാൽ മലിനജലം കുടിക്കേണ്ട സ്ഥിതിയുണ്ടാവും. വെള്ളത്തിന്റെ കാര്യം എന്താ, വേനൽ പോയെന്ന് കിട്ടണം. ഇപ്പൊ ഓത്തുനിന്ന് വെള്ളം കെട്ടും ചോലയിന്ന് ഈ കിണറെങ്കിൽ ഒന്നിനും പറ്റില്ല. പൈപ്പല്ലേ ഇതാ പണിയൊന്നും കഴിയാതെ ഞങ്ങളൊക്കെ പോയെന്ന് വെള്ളയിട്ടോ. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. ലോട്ടറി തൊഴിലാളികളെ ബാധിക്കുന്ന എഴുത്ത് ലോട്ടറി, ഓൺലൈൻ ലോട്ടറി, ഒറ്റയക്ക നമ്പർ എന്നിവ നിരോധിക്കുന്നതിന് വേണ്ടി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള സർക്കാരിനോട് ലോട്ടറി ഏജൻസി ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU മണ്ണാർക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിന്റെ സാധ്യതകൾ തൊഴിലാളികൾക്ക് ഗുണകരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച PK ശശി പറഞ്ഞു. കാഴ്ചപ്പാട് ഞാൻ ചോദിക്കട്ടെ, സ്വകാര്യ മേഖലയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് സ്വകാര്യ തൊഴിലാളികളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രം പറയാം. പ്രായോഗികമായി യാതൊരു ബന്ധവുമില്ല. പ്രായോഗികമായിട്ട് ബന്ധുവിനോട് തത്വപ്പെടുത്തി വിരോധമില്ല. എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിനനുസൃതമായി നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി അതിനെ പ്രയോജനപ്പെടുത്താൻ എങ്ങനെ സാധിക്കുന്നതിനെ പറ്റിയുള്ള ഗൗരവമായ ചിന്തയാണ്, ആ പരിശോധനയാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് ഉണ്ടാകേണ്ടത്. പ്രസിഡന്റ് ഹക്കീം മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KJ സുരേഷ് ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ, ബിനു, KP മസൂദ്, കൃഷ്ണകുമാർ, PN ഭുവനേഷ്, T സിദ്ദീഖ് എന്നിവർ പ്രസംഗിച്ചു. കുമാരൻ പതാക ഉയർത്തി. അനുശോചന പ്രമേയം അബ്ദുൽ ജലീലും രക്തസാക്ഷി പ്രമേയം മണികണ്ഠനും അവതരിപ്പിച്ചു. ഹക്കീം മണ്ണാർക്കാട് പ്രസിഡന്റും PN ഭുവനേഷിനെ സെക്രട്ടറിയായും T സിദ്ദീഖിനെ ട്രഷററായും ഏരിയ സമ്മേളനം തിരഞ്ഞെടുത്തു. പട്ടിക്കാട് വടപ്പുറം സംസ്ഥാനപാതയിലെ ചുങ്കം മുതൽ അക്കപ്പറമ്പ് വരെയുള്ള യാത്രാ ദുരിതം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. 4.5 കിലോമീറ്റർ ഭാഗം പാടെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്.
ഇതുവഴി സർവീസ് നടന്ന സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോട്ടിൽ കൂടെ പോരാനുണ്ടല്ലോ, ഒരു ഗർഭിണിയൊക്കെ പോരുകയാണെങ്കിൽ ആ സ്പോട്ടിലാണ് പ്രസവിക്കും. അമ്മാരി മോശം. നമ്മളെ വണ്ടിക്ക് എണ്ണ അടിച്ചണം, എന്തെല്ലാം ഓരോ സംഭവങ്ങളാണ്. ഈ ഡാമേജ് റോഡിൻ്റെ അവസ്ഥ ഇവിടുന്ന് പെരിന്തൽമണ്ണക്കുള്ളത് നമ്മളൊരു കാളൗട്ട് കണ്ട മാതിരി അത്രക്ക് ദയനീയാവസ്ഥയാണ്. ഇത് നമ്മളെ നേതാക്കന്മാരും ആരും ഇത് കാണുന്നില്ലേ? നമ്മൾ കേവലമൊരു സംസ്ഥാന പാത മാത്രമല്ലിത്, മൈസൂർ തൃശൂർ അന്തർ സംസ്ഥാന പാത കൂടിയാണ്. ദിവസങ്ങൾ കഴിയുംതോറും ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാവുകയാണ്. പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. വർഷാവർഷങ്ങളിൽ പാച്ച് വർക്ക് നടത്താറുണ്ടെങ്കിലും മഴ എത്തുന്നതോടെ ആദ്യമുണ്ടായിരുന്ന കുഴികൾ അതിന്റെ വിശ്വരൂപത്തിലെത്തും. ഇത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. വഴിക്കടവ്, എടക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്ക് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുവരുന്നതും ഈ ദുരിത വഴിയിലൂടെയാണ്. എന്നാൽ റോഡിന്റെ അവസ്ഥ മൂലം ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗികളെ മറ്റു സ്ഥലങ്ങളിലെ ആശുപത്രികളിലാണ് എത്തിക്കാറുള്ളതെന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്ര രോഗികൾക്ക് കൂടുതൽ വേദനകളാണ് നൽകുന്നതെന്നും ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു. പിന്നെ പെരിന്തൽമണ്ണ കോഴിക്കോടോ മഞ്ചേരി അവിടെ പിന്നെ അവിടുന്ന് അവർ ചിലപ്പോൾ കോഴിക്കോട് അങ്ങോട്ട് കൊണ്ട് വളരെ പ്രയാസമാണ്. ആശ്രയിക്കുന്ന നിർത്തില്ല കൊല്ലം. ഞങ്ങൾക്ക് ഒരു പേഷ്യൻ്റ് ഒരു ഓർത്തോ കേസ് ആണെങ്കിൽ ഒരു എല്ല് പൊട്ടാണെച്ചെങ്കിൽ ഞങ്ങൾ ചെറിയ കട്ടറിൽ ചാടി പതുക്കെട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അവരെ വേദന ഞങ്ങളെ വേദനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് അതേമാതിരി ഗെയിന കേസ് മൗലാനും മറ്റുള്ള അൽഷിഫ EMS ഏത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ 4 ഹോസ്പിറ്റലിൽ ഏറ്റവും ICU സംവിധാനം കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ആകെ ഉള്ളത് പെരിന്തൽമണ്ണ ഉള്ളത്. പക്ഷേ അതും ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണം, ഞങ്ങൾ അവിടുന്ന് ഒരു പേഷ്യൻ്റ്, ഞങ്ങൾ നിലമ്പൂർ എടക്കര ഭാഗത്ത് നിന്ന് പേഷ്യൻ്റ് എടുത്ത് ഞങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണം ഞങ്ങൾക്ക് അറിയില്ല. വല്ലാത്ത പ്രയാസം. ഞങ്ങൾ റോഡിൻ്റെ ഞങ്ങൾക്ക് താൽക്കാലം ഒരു എമർജൻസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കുഴി അടക്കുന്ന സംവിധാനമെങ്കിലും ചെയ്തു തന്ന വലിയൊരു ഉപകാരമായിരുന്നു. കൂടുതൽ പേർ ആശ്രയിക്കുന്ന പാതയായിട്ടും അധികൃതർ എന്തുകൊണ്ടാണ് ഈ റോഡിനെ അവഗണിക്കുന്നത് എന്ന ചോദ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത്. നിലമ്പൂര് അങ്ങനെ ഊട്ടി ആ റൂട്ടിൽ പോകുന്ന എല്ലാ വാഹനങ്ങളും ഈ റൂട്ടിലാണ് പോകുന്നത്. പക്ഷേ ഈ റോഡ് അവർ നന്നാക്കൂല. ഈ റോഡുമായി ഒരു ഫണ്ടും 20 വർഷമായിട്ട് ഒരു വർക്കും നടന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ജനപ്രതിനിധികളുണ്ട്, MLA-മാരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ റോഡ് ഇതുവരെ ഇപ്പോൾ ആക്കപ്പറമ്പ് ഇട്ട് ചുങ്കം വരെ എത്ര 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ആ റോഡാണ് വളരെ ഇതിലെ ഇപ്പോൾ ബസ് സർവീസ് ചെയ്യുന്ന മറ്റേ ഈ ബസ് ജീവനക്കാർ ഇവരെയൊക്കെ സത്യത്തിൽ നമ്മൾ അവരെ അഭിനന്ദിക്കണം. കാരണം ഇത്രയും ശോചനീയമായ ഈ അവസ്ഥയിൽ അവർ ഇതിലെ സർവീസ് നടത്തുന്നുണ്ടല്ലോ, അത്രയും മോശമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഓരോ സ്കൂട്ടി ഇവിടെ ഇടിച്ച് വീഴുന്നുണ്ട്, കുഴിയിൽ വീഴുന്നുണ്ട്. കാരണം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴിയുടെ ആഴം ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ വാഹനങ്ങൾ വന്ന് ബാക്കിൽ ഇടിക്കുക, മറ്റുള്ള ഒരുപാട് സംഭവം. എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്ക്, തല്ല്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വണ്ടിക്കാരെ എപ്പോഴത് തിരിക്കാന്ന് പറയാൻ പറ്റില്ലേ? ചിലപ്പോൾ എപ്പോഴാണ് ചവിട്ടുക, എപ്പോഴത് തിരിക്കലെന്ന് പറയാൻ പറ്റാത്ത. അപ്പോൾ തിരിക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ വണ്ടി ഉണ്ടോ, സൈഡിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ ഗ്യാപ്പ് കിട്ടൂല. ഇപ്പോൾ ഈ റോഡ് പാച്ച് വർക്ക് നടത്തിയ ആ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എത്ര പ്രാവശ്യം കഴിഞ്ഞൊല്ലായിട്ടും ഇപ്രാവശ്യമായിട്ടും എത്ര പ്രാവശ്യമാണ് പാച്ച് വർക്ക് നടത്തിയത്. ആ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ റോഡ് നന്നാക്കാനുള്ള ചെലവുണ്ടാകും. ഡ്രൈവർമാർക്ക് പെരിന്തൽമണ്ണ യാത്ര എന്നത് സമയനഷ്ടത്തിനൊപ്പം പണം നഷ്ടത്തിനും കാരണമാവുന്നുണ്ട്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കേടുവന്ന് വഴിയിൽ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. റോഡ് ടാക്സ് അടപ്പിക്കാൻ വെമ്പൽ കൂട്ടുന്ന അധികൃതർ റോഡ് നന്നാക്കുന്ന കാര്യത്തിലും ഉത്സാഹം കാണിക്കണമെന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട്. മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് കാൽനടയാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ അവസ്ഥയിൽ സഹികെട്ട നാട്ടുകാർ വാഴവെച്ചും ചൂണ്ടലിട്ടുമൊക്കെയാണ് ഇതുവരെ പ്രതിഷേധിച്ചിരുന്നത്. എങ്കിൽ ഇനിയങ്ങോട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു 5 കൊല്ലത്തിൻ്റെ മുകളിലായി നമുക്കൊരു ഫണ്ട് ഇതുവരെ പാസ്സായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൗലാന അൽഷിഫ ഗവൺമെൻറ് ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോണ റോഡാണ് ഈ റോഡ്. ദിവസം എന്ന് പറഞ്ഞാൽ രോഗികളും ആംബുലൻസുകളും എന്ന് പറഞ്ഞ ഒരു
ദിവസം എന്ന് പറഞ്ഞമാതിരി ഇടക്കര മുതൽ പിടിച്ചില്ല വണ്ടികളൊക്കെ ഇതിൽ പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനാവസ്ഥ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇതിൽ ഇടപെടണം. സ്വകാര്യ ബസ്സുകളും സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫണ്ട് പാസായി റോഡ് ശരിയാകും എന്ന പതിവ് പല്ലവിയും ജനത്തിന് മടുത്തു തുടങ്ങി. അതേസമയം മഴ പൂർണ്ണമായി മാറിയാൽ ഉടൻ തന്നെ നവീകരണ പ്രവൃത്തി തുടങ്ങുമെന്നാണ് PWD ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് തോട്ടിൽ മരം കടപുഴകി വീണ് ഒഴുക്ക് തടസ്സപ്പെടുന്നത് ആശങ്കയാകുന്നു. കാഞ്ഞിരക്കടവ് തോട്ടിൽ പാലത്തിന് സമീപത്തായാണ് ദിവസങ്ങൾക്ക് മുമ്പ് വീണ വലിയ മരം തോടിന് കുറുകെ കിടക്കുന്നത്. കാഞ്ഞിരക്കടവ് തോടിന് സമീപത്ത് നിന്നിരുന്ന വലിയ മരമാണ് തോട്ടിൽ വീണ് ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് കിടക്കുന്നത്. ഇതുമൂലം വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഗതിയും മാറിയിട്ടുണ്ട്. വീണ് കിടക്കുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അടിഞ്ഞുകൂടിയ നിലയിലാണ്. ഭാരതപ്പുഴയിലാണ് തോട് ചെന്നു ചേരുന്നത്. കുറച്ചു ദിവസം മുമ്പുണ്ടായ ശക്തമായ മഴയിൽ തോട് കരകവിഞ്ഞ് പ്രധാന പാതയടക്കം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഒഴുക്ക് തടസ്സപ്പെടുന്നത് മഴ വീണ്ടും ശക്തമായാൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെല്ലാം ഇനിയും വെള്ളം കയറാൻ കാരണമാകുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. തോട് നിറഞ്ഞു കവിഞ്ഞ് 5ലേറെ വീടുകളിലും നിസ്കാരപ്പള്ളിയിലും ഒരു സ്ഥാപനത്തിലും വെള്ളം കയറിയിരുന്നു. തോടിന് സമീപത്തെ 14 ഏക്കറിലേറെ കൃഷിയിടമാണ് വെള്ളം കയറി നാശമായിരുന്നത്. വെള്ളപ്പൊക്കമെല്ലാം മാറി തിരികെ എത്തി വീട് വൃത്തിയാക്കി താമസം തുടങ്ങിയവർക്കാണ് ആശങ്കയുള്ളത്. 2018-ലും 2019-ലുമുണ്ടായ പ്രളയങ്ങൾക്ക് ശേഷം വേഗത്തിൽ വെള്ളം കയറുന്ന ഭാഗമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ യാർഡില്ലാത്തതിനാൽ പ്രതിസന്ധിയിലായി കോതകുറിശി വൈദ്യുതി ഓഫീസ്. വിലപിടിപ്പുള്ള വൈദ്യുതി കമ്പികളടക്കം സൂക്ഷിക്കുന്നത് ഓഫീസിന് സമീപത്തെ റോഡരികിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും വൈദ്യുതി കമ്പി മോഷണം പോയിരുന്നു. ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കോതകുറിശി വൈദ്യുതി ഓഫീസിന് സമീപം എത്തിയാൽ പഴയതും പുതിയതുമായ വൈദ്യുതി കമ്പികളും മറ്റ് സാമഗ്രികളും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇവയെല്ലാം കൃത്യമായി സൂക്ഷിക്കാൻ യാർഡ് സംവിധാനമില്ലാത്തതാണ് ഇവയെല്ലാം റോഡരികിൽ കിടക്കാനുള്ള കാരണം. വർക്കിന് ആവശ്യമായതും പഴയതുമായ സാധനങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ ഇരുമ്പും അലുമിനിയവും എല്ലാം ഉണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് കോതകുറിശി സെന്ററിൽ നിന്നും ഓഫീസ് ചേറമ്പറ്റക്കാവ് റോഡിന് സമീപത്തുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പ്രത്യേകം സ്റ്റോർ സംവിധാനം ഓഫീസിന് സമീപം ചെറിയ സ്ഥലത്തുണ്ടെങ്കിലും വലിയതും ഭാരം കൂടിയതുമായ സാമഗ്രികൾ ഇപ്പോഴും റോഡരികിലാണ് സൂക്ഷിക്കുന്നത്. ഒരു നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പഴയ ACSR കമ്പികൾ ലോഡിനുള്ളതാകുമ്പോൾ ഷൊർണൂരിലെ സബ് റീജിയണൽ ഓഫീസിലേക്ക് മാറ്റാറാണ് പതിവ്. കിലോയ്ക്ക് 145 രൂപ വരെ ഈ കമ്പികൾക്ക് ലഭിക്കും. അടച്ചുറപ്പുള്ള യാർഡില്ലാത്തത് പ്രധാന പ്രതിസന്ധിയാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ T പ്രമോദ് മോഹൻ പറഞ്ഞു. നമുക്ക് ഇവിടെ KCB ഓഫീസ് ഒരു റെന്റൽ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു യാർഡ് കൃത്യമായിട്ട് നമുക്കില്ല ഈ സ്ക്രാപ്പ് സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിന് മുമ്പിൽ ഉള്ള ഭാഗത്താണ് അത് സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അത് ആവുന്നതിനനുസരിച്ച് നമുക്ക് ലോറി വിളിച്ച് നമ്മൾ നമ്മുടെ SRS അതായത് സബ് റീജിയണൽ സ്റ്റോറിലേക്ക് മാറ്റുകയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം. കഴിഞ്ഞ ദിവസം റോഡരികിൽ നിന്നും വൈദ്യുതി കമ്പികൾ മോഷണം പോയിരുന്നു. 18 കിലോയോളം കമ്പികളാണ് മോഷണം പോയത്. ഇതിൽ വരോട് സ്വദേശികളായ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 110 kV വൈദ്യുതി സബ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നതാണ് പ്രതീക്ഷ. ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രം വക പാടശേഖരത്തിൽ 2ാം വിള നെൽകൃഷിക്കുള്ള ഞാറൊരുക്കത്തിന് വിത്തുനടിയിൽ യജ്ഞം സംഘടിപ്പിച്ചു. മുൻ MLAയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനുമായ V ശശികുമാർ വിത്തുനടിയിൽ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വകയായുള്ള പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിക്ക് ഭക്തർ ഒരുങ്ങി. ഇതിന്റെ ഭാഗമായി 2ാം വിള നെൽകൃഷിക്കുള്ള ഞാറൊരുക്കത്തിന് വിത്തുനടിയിൽ യജ്ഞം സംഘടിപ്പിച്ചു. മുൻ MLAയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനുമായ V ശശികുമാർ വിത്തുനടിയിൽ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നാരായണൻ അവന്നൂർ, NP മുരളി, EV ശങ്കരനാരായണൻ, U അജയൻ, തൂളിയത്ത് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകനും ക്ഷേത്ര കമ്മിറ്റി അംഗവുമായ മണ്ലായ ജയപ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രവകയായുള്ള പാടത്ത് നെൽകൃഷി ചെയ്തു വരുന്നത്. 140 ദിവസം മൂപ്പുള്ള ദീപ്തി ഹൈബ്രിഡ് വിത്താണ് മുണ്ടകൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മലബാറിലെ 300-ലേറെ ക്ഷേത്രങ്ങളിലേക്ക് നിറോത്സവത്തിന് ആനമങ്ങാട് കുന്നിന്മേൽ പാടശേഖരത്തിൽ നിന്നും നെൽക്കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് പതിവാണ്. ഈ വർഷം ശബരിമല നിറോത്സവത്തിന് നെൽക്കതിർ കൊണ്ടുപോയിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഈ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശിക്കുന്നതിനും കാർഷിക വൃത്തി നേരിട്ട് മനസ്സിലാക്കാനും ക്ഷേത്ര കമ്മിറ്റി അവസരം ഒരുക്കിയിരുന്നു.
വാണിയംകുളം ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അർദ്ധരാത്രി 12 മണിക്ക് അവതാര പൂജ നടന്നു. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിശേഷാൽ പൂജകളും സംഗീതോത്സവവും ഭഗവാന്റെ പിറന്നാൾ സദ്യയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ബാലഗോകുലം ഒറ്റപ്പാലം പാലപ്പുറം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭയാത്ര സംഘടിപ്പിച്ചു. വിവിധ ബാലഗോകുലങ്ങളിൽ നിന്നും എത്തിയ ശോഭായാത്രകൾ നീലിക്കാവിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ചിനക്കത്തൂർക്കാവിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ശോഭായാത്രയിൽ പങ്കാളികളായത്. സങ്കടത്തിലും കണ്ണൻ കൈവിടില്ലെന്ന സത്യം ഭക്ത മനസ്സിൽ നിറയുന്ന പൊൻസുദിനമൊരുങ്ങുകയായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യം. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ആഘോഷിച്ചു. രാവിലെ ലക്ഷാർച്ചന, ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പിറന്നാൾ സദ്യ എന്നിവ നടന്നു. പെരാങ്ങോട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാനസുധ, തിരുവാതിരക്കളി, കഥകളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. പട്ടിക്കാട് പൂന്താനം മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനം മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മലർ നിവേദ്യം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കാഴ്ചശീവലി എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദയൂട്ടും ഉണ്ടായി. വൈകിട്ട് 3 ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലത്തേക്ക് നടന്ന എഴുന്നള്ളത്തിൽ ഒട്ടേറെ ഭക്തർ പങ്കാളികളായി. തുടർന്ന് ദീപാരാധന, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, വിളക്കെഴുന്നള്ളിപ്പ്, അരങ്ങേറ്റം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മൂത്തേടത്തുമന നാരായണ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ശാന്തി കണ്ണൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം ഇൻസ്പെക്ടർ അബിൻ ദേവദാസ്, പൂന്താനം ഇല്ലം ക്ഷേത്രം ക്ഷേമസമിതി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലഗോകുലം കുളപ്പള്ളി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും മഹാശോഭായാത്രയും ഭക്തി നിർഭരമായി. 100 കണക്കിന് ഭക്തരാണ് ശോഭായാത്രയിൽ അണിനിരുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കുളപ്പള്ളി മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് മഹാശോഭയാത്ര പൂർവാധികം ഭംഗിയോടെ ഇത്തവണയും ആഘോഷിച്ചത്. കുളപ്പള്ളി മേഖലയിലെ കണയം, തൃപ്പൂറ്റ, ഹെൽത്ത് സെന്റർ, അണ്ണാൻചേരിപ്പറമ്പ്, ഉച്ചാറൽ, നെടുമ്പറമ്പ്, മേൽമുറി, കല്ലിപ്പാടം, SN കോളേജ്, ആറാണി, തവളപ്പാറ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്ര കുളപ്പള്ളി സെന്ററിൽ സംഗമിച്ചു. കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. തുടർന്ന് എല്ലാ ശോഭായാത്രകളും പാറക്കുട്ടിക്കാവിൽ എത്തി സമാപിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. കോങ്ങാട് അഗ്നിരക്ഷാ സേനയുടെ കീഴിലുള്ള സിവിൽ ഡിഫൻസ്
അപ്തമിത്ര അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ഓണാഘോഷം ഒഴിവാക്കിയാണ് അംഗങ്ങൾ പിരിച്ചെടുത്ത സംഖ്യ കെ ശാന്തകുമാരി MLA ഏൽപ്പിച്ചത്. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ 3 ബാച്ചുകളിലായി 70ഓളം അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 20ഓളം അംഗങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ NK ഷാജി, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ C മനോജ് എന്നിവരുടെ നിർദ്ദേശത്തിലാണ് അംഗങ്ങൾ വയനാടിനായി കൈകോർത്തത്. വയനാട് ദുരന്തബാധിതർക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് KCEU ചെർപ്പശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ടീ കോർണറിലൂടെ സമാഹരിച്ച 1,00,000 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 6 ദിവസം കൊണ്ടാണ് ടീ കോർണറിൽ നിന്നും 25,000 രൂപ സമാഹരിച്ചത്. തുക യൂണിറ്റ് സെക്രട്ടറി VK സജിത്ത് P മമ്മിക്കുട്ടി MLAക്ക് കൈമാറി. ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ MM വിനോദ് കുമാർ, ഡോക്ടർമാരായ അബ്ദുള്ള, സമീർ ജിജു, ഡോക്ടർ ഷെഫീഖ്, യൂണിയൻ നേതാക്കളായ ബബിത, വനജ, മുരളി, അജ്മൽ, ജാബിർ, രാജു, സുധീഷ് എന്നിവർ പങ്കെടുത്തു. ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം മാത്രമല്ല, രാജ്യത്തിൻ്റെ പുറത്തുമുള്ള മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളും ഈ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വയനാടിനെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ, സമീപനങ്ങൾ, അതിൻ്റെ വല്ലാത്ത ഒരു ആവേശത്തിലാണ് ഇന്ന് നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കളുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ തങ്ങളുടെ ഈ ചുമതല നിർവഹിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി കോപ്പറേറ്റീവ് ആശുപത്രി ജീവനക്കാർ നടത്തിയ ഈ പ്രവർത്തനത്തെ നമ്മൾ രാജ്യത്തെ മറ്റൊരാളുകളുടെ ഇടയിലുള്ള സന്ദേശമായി കൂടിയാണ്. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ അലനല്ലൂർ പഞ്ചായത്ത് ഗാർബോളജി ക്ലാസ് സംഘടിപ്പിച്ചു. അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് മാലിന്യം? മാലിന്യങ്ങൾ എത്ര തരമുണ്ട്? കേരള മോഡലിൽ ഇവയെ എങ്ങനെ സംസ്കരിക്കാം? വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, മാലിന്യ സംസ്കരണം സ്കൂളുകളിൽ എങ്ങനെ നടപ്പാക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ NSS, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നീ യൂണിറ്റുകളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു ക്ലാസ്. ഹരിതകർമ്മസേന കോർഡിനേറ്റർ PV ദിവ്യ ക്ലാസിന് നേതൃത്വം നൽകി. അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സഹകരിക്കുക. അതിന്റെ പ്രവർത്തനം ഊർജിതമാവണമെങ്കിൽ നിങ്ങൾ മക്കളിൽ നിന്ന്, അതായത് വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരു മിഠായി കടലാസ് അടുത്തിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ തൊഴിലിടുകയാണെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെ ഇത് പാടില്ല, ഇത് നമുക്ക് ദോഷമാണ്. ആ ഒരു രീതിയിൽ ഒരു ബോധവൽക്കരണം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കേണ്ട ഒരു ആശയത്തിലൂടെയാണ് ഈ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വാർഡംഗം മുള്ളത്തിലത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ S സുജിത്ത്, PTA പ്രസിഡന്റ് സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് നിയാസ് കൊങ്ങത്ത്, SMC ചെയർമാൻ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടകൻ കൃഷിക്കായി ഉഴുത വയലുകളിൽ മീൻപിടുത്തം തകൃതി. ആലിപ്പറമ്പിലെ കളത്തിൽ പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. മുണ്ടകൻ കൃഷിക്കായി ട്രാക്ടർ വയലിൽ ഉഴുതുമറിച്ചപ്പോൾ ആലിപ്പറമ്പിലെ ഗ്രാമീണർക്ക് മത്സ്യചാകരയായി. ആലിപ്പറമ്പ് കളത്തിൽ പാടശേഖരത്തിലാണ് മീൻപിടുത്തം സജീവമായത്. കുട്ടികളും യുവാക്കളും മുതിർന്നവരുമെല്ലാം ഉത്സാഹത്തോടെ മത്സ്യക്കൊയ്ത്തിന് പാടത്തിറങ്ങി. ട്രാക്ടർ നീങ്ങുമ്പോൾ മീനുകളുടെ അനക്കം കണ്ടതോടെ അവയെ മത്സരിച്ച് പിടികൂടി. തോടുകളിൽ നിന്നും പുഴയിൽ നിന്നും വെള്ളം കരകവിഞ്ഞൊഴുകി വന്നത് വയലുകളിൽ കൂടുതൽ മത്സ്യം ഉണ്ടാകുന്നതിന് കാരണമായി. മത്സ്യം പിടികൂടാനായി സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ കളത്തിൽ പാടശേഖരത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കടമ്പഴിപ്പുറം ബ്രാഞ്ചിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കടമ്പഴിപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ പരിശോധന, ബ്ലഡ് പ്രഷർ പരിശോധന, ഡയറ്റ് കൗൺസിലിംഗ്, വിദഗ്ധ ഡോക്ടർമാരുടെ വൈദ്യപരിശോധന എന്നിവ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായിരുന്നു. ക്യാമ്പിൽ നിരവധി പേർ രക്തദാനവും നടത്തി. നേത്രപരിശോധന ക്യാമ്പിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ സേവനം നൽകി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച KN കുട്ടി, ബാബുരാജ് കുളക്കുഴി,
സുബ്രഹ്മണ്യൻ, സിൽവി ജോൺ, ഭാസ്കരൻ തുടങ്ങിയവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ആദരിച്ചു. മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ UGSന്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ടീം ഞങ്ങൾ അവിടെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അല്ലെ നമുക്കറിയാം. പിന്നെ ഒട്ടനേക ചാരിറ്റി പ്രവർത്തകരും സംഘടനകളും നമ്മുടെ നാട്ടിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ പരിമിതികളും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞുവെന്ന് വരും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, പഞ്ചായത്ത് അംഗം സുനിത, സച്ചിദാനന്ദൻ, രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, ശ്യാം, ബ്രാഞ്ച് മാനേജർ സുനിൽ, ശാസ്തപ്രസാദ്, ഷമീർ അലി, വിവിധ ബ്രാഞ്ച് മാനേജർമാർ, UGS സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജമാൻ ജ്വല്ലറി വ്യവസായത്തിന് നൽകിയ അതുല്യമായ സംഭാവനയ്ക്കുള്ള ടസ്കർ നാഷണൽ അവാർഡ് 2024 സഫ ഗ്രൂപ്പിന് ലഭിച്ചു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഇൻഡോ കോണ്ടിനെന്റൽ ട്രേഡ് ആൻഡ് എന്റർപ്രണർഷിപ്പ് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ടസ്കർ നാഷണൽ അവാർഡാണ് സഫ ഗ്രൂപ്പിന് ലഭിച്ചത്. ഇന്ത്യയിലെ ജെം ആൻഡ് ജ്വല്ലറി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ സഫ ഗ്രൂപ്പ് നൽകി വരുന്ന വേറിട്ട സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ് നൽകി ആദരിച്ചത്. 3 പതിറ്റാണ്ടിലേറെയായി ജെം ആൻഡ് ജ്വല്ലറി മേഖലയിൽ റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിംഗ്, എഡ്യൂക്കേഷൻ, ഡിസൈനിംഗ് രംഗങ്ങളിലെല്ലാം സഫ ഗ്രൂപ്പിന്റെ ശക്തവും സ്ഥിരവുമായ സാന്നിധ്യമുണ്ട്. കോഴിക്കോട് താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാപാര വ്യവസായ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. RERA ചെയർമാൻ PH കുര്യൻ, ICTEP കൗൺസിൽ ചെയർമാൻ ഡോക്ടർ T വിനയകുമാർ, ഡയറക്ടർ K രവീന്ദ്രൻ, കിഷോർ കുമാർ, സുജീവ് നായർ, MA മെഹബൂബ്, ജോ എസ് കറിയ, US കുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. വേലി കെട്ടുന്നതുപോലെ പാലത്തിന്റെ കൈവരികൾ കെട്ടാനാകില്ലെന്നും മന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി LDF. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെയാണ് അവിശ്വാസ നോട്ടീസ്. ഇരുമുന്നണികൾക്കും 8 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ അവിശ്വാസം നിർണായകം. ചെർപ്പുളശ്ശേരി ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചിടും. തീരുമാനം CPMന്റെ സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ. തുടർ നടപടികളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ യോഗം ചെയ്തു. മണർക്കട ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് പാഴായി. ഗ്രാമത്തിലുള്ളവർ ഉപയോഗിക്കുന്നത് ചോലയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം. വേനൽക്കാലത്തിന് മുമ്പെങ്കിലും പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഗ്രാമവാസി. പട്ടാമ്പിയിലും ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്ന് ആവശ്യം. ഉൾപ്രദേശങ്ങളിലെ യാത്രാ ദുരിതം ചൂണ്ടിക്കാട്ടി ചെയർപേഴ്സൺ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.